ലുക്ക് ഇതിനൊരു ലക്ഷ്യമില്ലാത്ത ലുക്കാട്ടില്ലത്. പുല്ല്, കൊമ്പ്, മുള്ള്, ഇല ഇത്ര നോക്കുകയാണ്. സ്ട്രക്ചർ നല്ല രസമുണ്ട്. കാണാൻ ഒരു പ്രത്യേക വെറൈറ്റി ലുക്ക് ഉണ്ട് ഈ സാധനം കാണാൻ. ഇത്രയാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ ആകെ എങ്ങനെ ഉണ്ടെന്നുള്ളൊരു ഐഡിയ ഇല്ല. നമുക്കൊന്ന് കയറി നോക്കാം. കാരണം ഇങ്ങനെ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ നോർമലി ഇതിൻ്റെ ബോഡി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ 2-3 ഏരിയകളുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നോക്കുകയാണ് ഇതിൻ്റെ മേലത്തെ സീൻ നോക്കുകയാണ്. നല്ല അടിപൊളി ലുക്ക് കിട്ടില്ല ഇതിൻ്റെ എനിക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ആയിട്ടില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ലൈബ്രറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി നോക്കാം. ലുക്ക് ഇതിനൊരു ലക്ഷ്യമില്ലാത്ത ലുക്കായിട്ടില്ല ഇത്. ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫീല്. ലൈബ്രറി നമ്മൾ ബുക്ക് വായിക്കാനൊന്നും എന്തായാലും പോകില്ല. പക്ഷേ ഇതിങ്ങനെ അടുക്കി പൊറിച്ച് വെച്ച് കണ്ട് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കാണാൻ നല്ല രസത്തിൽ പ്രത്യേക ഫീല്. ഇത് നോക്കുകയാണ് ഈ കോഫി ഷോപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സീറ്റ്. അതെ ഇവിടെ പിന്നെയും ബുക്ക്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്ന ലൈബ്രറിയിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ. വായിക്കാനുള്ള ബുക്ക് ഉണ്ട്, റിലാക്സ് ചെയ്യുക കോഫി ഷോപ്പ്, അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതിനനുസരിച്ച് നല്ല അടിപൊളി ലൈറ്റിങ്ങും. നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടില്ലേ താഴെ പോകുക. കാരണം ഇതൊക്കെ ലൈബ്രറി, അങ്ങോട്ടൊക്കെ ലൈബ്രറി, കാണുന്നതൊക്കെ ലൈബ്രറി. അപ്പോൾ നമുക്ക് താഴത്തേക്ക് നേരെ താഴേക്ക് ഇറങ്ങി ആ ബിൽഡിങ് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കണ്ടു എന്നല്ലാതെ ഇത് എന്താണ് എവിടെയാണ് എന്തൊന്നും അറിയും. ഇതിൻ്റെ പുറത്തത്തെ വ്യൂവോ വീഡിയോസോ ഒന്നും നമുക്ക് എടുക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ താഴേക്കില്ല മുകളിലേക്കുള്ള വ്യൂ ആയിട്ടില്ല. എന്താ രസം എന്ന് പറയും. ആൾക്കാരിരുന്ന് മ്യൂസിക് വായിക്കാൻ പറ്റും. നല്ലൊരു ഫ്രെയിമിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആ മ്യൂസിക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലേ ഇതിൻ്റെ ഒരു അടുത്ത ഏരിയ കിട്ടിയിട്ടുണ്ട്. അതൊരു മ്യൂസിയമാണ് സംഭവം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ചെല്ലുന്ന വഴി ഭയങ്കര ലുക്ക് വഴിയാട്ടിൽ നല്ല സെറ്റ് വഴിയാണ്ടൊക്കെ നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു എക്സ്പോ ആണ്. ഈ എക്സ്പോ എന്ന് പറഞ്ഞാൽ നെറ്റ് സീറോ എന്നുള്ള പേരിലാണ് ഈ ഒരു എക്സ്പോ അറിയപ്പെടുന്നതിൽ. ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റേജ് വെച്ചുകൊണ്ട് അവർ പല സാധനങ്ങൾ ഉണ്ടാക്കി എക്സ്പോ ചെയ്തിട്ട്, അതായത് നമ്മുടെ പല രീതിക്കുള്ള വേസ്റ്റ് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള രീതിയിലാണ് ഇവർ ഇവിടുത്തെ ഈ ഒരു എക്സ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫുള്ള്. എനിക്കിതിൻ്റെ ഒരു ഡിസൈൻ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സാധനത ഈ ചുമര് കണ്ടിട്ടേ നമ്മൾ 3D പ്രിൻറ്റിങ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റൈല് തോന്നുന്നുണ്ടല്ലേ. അതായത് 3D പ്രിൻറ്റിങ് ഇപ്പോൾ പുതുതായിട്ട് ജനറേറ്റ് ചെയ്ത് നമ്മൾ വാളും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ആഡ് കണ്ടിരുന്നു. അത് ഏകദേശം പ്രിൻറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെ. ഇത് നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി വരുന്ന സമയത്ത് കണ്ടതായിട്ടുള്ളത്. ഇത് ഫുള്ള് പ്ലാസ്റ്റിക് കവറിൽ എന്തോ കെമിക്കൽ കെട്ടി തൂക്കിയായിട്ടില്ല സംഭവം. പക്ഷെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പിക്ചർ എന്താണെന്നില്ല ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ഇതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവുമല്ലോ സംഭവം. പക്ഷെ അത് ഇവിടെ എന്താണെന്ന് മനസ്സിലാവുക. ഇതെന്താടാ നമ്മൾ തെങ്ങും പട്ട വെട്ടി വലിച്ചൂലേ അതേപോലെ വെച്ച് ഡിസൈൻ ചെയ്ത് കേട്ടില്ലേ അവർ. അതൊക്കെയാണ് ഇവിടെ തക്കുന്നത്. അതിൻ്റെ അയിമന്നൊരു ആർട്ടാക്കി ഉണ്ടാക്കിയതാണ് ഇവർ. നമ്മൾ ഈത്തപ്പനൻ്റെ ഇത് ഉണ്ടാവുമല്ലോ അതിൻ്റെ പട്ടോണ്ടൊരു ആർട്ടാക്കി ഉണ്ടാക്കി വെച്ചതാണ് ഇവിടെ. പക്ഷെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാലും അടുത്തതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഈ വാളാട്ടിൽ വാൾ സ്ട്രക്ചറൊക്കെ നല്ല ലുക്ക് സാധനമായിട്ടിൽ. ഇതെന്താ സാധനം? അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇതൊരു ഐസാണ് ഇട്ടില്. ഇതിൻ്റെ ഇവിടെ കയറുമ്പോൾ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇത് ഫ്ലാഷ് ഇട്ട് ഒരു വീഡിയോ എടുക്കരുത് എന്നുള്ളതാണ്. ഒരു സാധനത്തെ നമ്മൾ തൊടുകയും ചെയ്യരുത്. പറയാൻ കാരണം ഇതൊക്കെ ഐസാണ്. ഇതിമ്മ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിപ്പോൾ തീരുമാനമാകില്ലേ. പുല്ല്, കൊമ്പ്, മുള്ള്, ഇല അത് വെച്ച് ഉണ്ടാക്കിയൊരു ഡിസൈൻ ആയിട്ടില്ല, ഒരു ആർട്ട് വർക്കാണിത്. അവിടെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ലുക്കൊക്കെ ആണ്. അതായത് ഒരു വേസ്റ്റ് എന്നാണ് ഇപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഫ്രെയിമൊക്കെ കാണാൻ എന്താ ലുക്കില്ലേ. ഇങ്ങോട്ടൊക്കെ ഇവിടെയൊക്കെ നമ്മൾ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ നല്ല സ്റ്റൈലല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രെയിമൊക്കെ നിങ്ങൾ ഭയങ്കര ലുക്ക് ഇട്ടില്ലേ. സംഭവം എന്താ മനസ്സിലാവില്ലല്ലേ നമുക്ക്. മേലെ കമ്പും ചുള്ളി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മൃഗങ്ങളെ അവശിഷ്ടമുണ്ടല്ലോ, മൃഗങ്ങളിതുണ്ടല്ലോ വേസ്റ്റ് ഇറച്ചിയൊക്കെ അതുപോലെ സംഭവം വെച്ചിട്ട് താഴെ ചോരയുണ്ട് കേട്ടില്ല. ഇത് ഒരു ചോരൻ്റെ ഡിസൈനുണ്ട്. പക്ഷേ എന്താ സാധനം എനിക്ക് മനസ്സിലായില്ലോട്ടെ. ഇതിങ്ങനത്തെ 3 ഫ്രെയിം കൂടെ വെച്ചിട്ട് ആരും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇവിടെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും ആൾക്കാരില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോകാം. ഈ ഒരു ഏരിയ ഇങ്ങനെ നല്ല ലുക്കിൽ മണ്ണിൻ്റെ കട്ട, അതായത് നമ്മൾ കളയുന്ന മണ്ണിൻ്റെ കട്ട മണ്ണ് അതുകൊണ്ട് വെച്ചിങ്ങാണ്ട് ഡിസൈൻ ചെയ്ത് ചെറിയ രീതിയിൽ സ്റ്റാർ ഡിസൈൻ ചെയ്തിട്ട് അത് സെറ്റാക്കി വെച്ചതാണ് ഇവിടെ. അത് സെറ്റാക്കി വെച്ചതാണ് ഇവിടെയും. കാരണം ഇത് കാണുമ്പോൾ നല്ല മൊത്തം സെറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളി ലുക്ക്. അത് ഇതിലിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നല്ല ഷാർപ്പ് ലൈറ്റൊക്കെ കൊടുത്തപ്പോഴേ ഇതിൻ്റെ ലുക്ക് വേറെ ലെവല് ലുക്കിട്ടിൽ നല്ല കറക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ ചാടാനുള്ള എല്ലാ സ്കോപ്പും കാണുന്നുണ്ട്. അപ്പം ആ രീതിക്ക് നല്ല രീതിയിൽ പല കല്ലുകളും പല രീതിയിൽ ഷേപ്പിലാട്ടി, അതും പല രൂപത്തിൽ. പക്ഷേ മൊത്തത്തിൽ ഇങ്ങനെ ഒരു മിക്സ് ആയിട്ട് വെക്കുമ്പോൾ കാണാൻ നല്ല ലുക്ക് ഉണ്ടില്ലേ. എക്സ്പോ 1 ഇവിടെ തീർന്നിട്ടില്ല. ഇനി ഇവിടെ നേരെ നമുക്ക് അടുത്തത് അവിടെ എക്സ്പോ 2 ഉണ്ട്. അത് വേറൊരു മെത്തേഡാണെന്നാണ് പറഞ്ഞത്. അതായത് വേറെ കൾച്ചറായി. ഇവിടെ വേസ്റ്റേജ് ആണെങ്കിൽ അവിടെ എന്താണെന്നില്ല നമുക്ക് പോയി നോക്കാം വരും. അപ്പോൾ ഇത് എക്സ്പോ നമ്പർ 2, ഇത് രണ്ടാമത്തെ എക്സ്പോർട്ടിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നാച്ചുറലായിട്ടുള്ള പെയിൻറ്റിംഗ് എന്നാണ് പറയുന്നത്. ഒരു കാലിഫോർണിയയിലൊരു വ്യക്തിയാണ് ഈ പെയിൻറ്റിംഗ് തുടങ്ങി വെച്ചതെന്നാണ് പറയുന്നത്. കാലിഫോർണിയയിലൊരു വ്യക്തി ഏകദേശം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആൾ സ്റ്റാർട്ട് ചെയ്തത്. ആൾ ഇൻസ്പയർ ആയത് മൗണ്ടെയിനിൽ നിന്നാണ് ആൾ ഇൻസ്പയർ ആയതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിക്കുള്ള പെയിൻറ്റിങ്സാണ് ഇവിടെ ഉള്ളത്.
അർത്ഥം നിന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല ഓരോ പെയിൻറ്റിങ്ങിൻ്റെ അർത്ഥം. സംഭവം അത് എക്സ്പോ ആണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറായിട്ടില്ല. കാരണം നമ്മൾ ഫീൽഡ് ഇതായതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ആയിട്ടില്ല നല്ലൊരു രസമുണ്ട് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ. ഇൻറ്റീരിയറും രസമുണ്ട്, എക്സ്റ്റീരിയറും നല്ല രസമുണ്ട്. എക്സ്റ്റീരിയർ നമ്മൾ ശരിക്കും ഒന്ന് വീഡിയോ എടുക്കണം പുറത്തിറങ്ങിയിട്ട്. നമുക്ക് അടുത്ത ഏരിയ പോയി നോക്കി. ഏതായാലും ഒരു മരക്കൊമ്പാട്ടില്ലേ, ഉണങ്ങിയ മരക്കൊമ്പ് വെച്ചങ്ങാണ്ട് ചെയ്തതാണ്. പക്ഷെ നല്ല ലുക്ക് കണ്ടിട്ടില്ലേ സാധനം, സെറ്റ് സാധനം. ഇത് അടുത്ത് വരികയാണെങ്കിൽ ഗാലറി 3 ആണ്. ഗാലറി 3ഉം 4ഉം ഉണ്ട്, 3 ആണ്. അപ്പോൾ 3 കുറച്ചുകൂടി നല്ല രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ കയറാൻ അത്യാവശ്യം ഇരുട്ട് ഫീലാണ്. പല ഏരിയയിലും പല രീതിക്കുള്ള ചിലയിടത്ത് കൾച്ചറാണ്. ഇവിടെ പല രീതിയിലുള്ള സിറ്റുവേഷനിനനുസരിച്ചുള്ള പിക്ചേഴ്സാണ്. അതായത് ഈ ഓഫേൺസ്, ഈ വാറിൻ്റെ സമയത്തെടുത്ത പിക്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഇതേപോലെ തന്നെ വേറെ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയ ഖാൻ ഹമ്മദ് മോസ്ക്, തുർക്കിയിലെ ഒരു മോസ്കിൻ്റെ പിക്ചറായിട്ടുള്ള ഇത്. നല്ല സെറ്റ് മോസ്ക് ഇട്ടില്ല, എന്താ രസം കാണാൻ. അപ്പോൾ ഈ ഏരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സൗദി അറേബ്യയുടെ മെയിനായിട്ടുള്ള മുസ്ലിംസിൻ്റെ മെയിനായിട്ടുള്ള സൗദിയുടെ മെയിൻ പാർട്ടിൻ്റെ പിക്ചേഴ്സാണ്. അതായത് അവിടുത്തെ പള്ളിയുടേതും അവിടുത്തെ നമ്മളെ കാബയുടെ പിക്ചേഴ്സ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ സ്പെഷ്യൽ ആംഗിളിൽ നിന്ന് എടുത്ത പിക്ചേഴ്സാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് അടുത്ത ഗേറ്റ് ഗാലറി 4 ഇതിൻ്റെ അത് കയറട്ടില്ലേ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ. ബട്ടർഫ്ലൈ ഫിഷിൻ്റെ ഇവിടെ കാണി വലിയൊരു ഫിഷ് ഇട്ടില്ലേ. എന്താ സംഭവം, എന്ത് മീനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. പക്ഷേ നല്ല രസമുണ്ട് ഇതിന് ഡിസ്പ്ലേ ചെയ്തത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തതാണ്. അവിടെ ഒരു കുതിര, ഇതേ ഈ ഭാഗത്ത് നമ്മളെ ലിയോ സിനിമയിലെ സാധനമല്ലേ കൈതപ്പുലി, അതാണ് ഇവിടെ സ്റ്റിഫ് ചെയ്ത് വെച്ച്. ഇവിടെ കണ്ടെങ്കിൽ ചെറിയ ചെറിയ സാധനം നമ്മൾ വെട്ടുകിളി ഉണ്ടല്ലോ, ജറാദ്, ആ സാധനമാണ് ഈ കാണുന്നത്. പിന്നെ അത് എൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഗിനിക്കോയൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചാൽ മന ജീവനല്ല പോയിട്ടുള്ളത് ഇവിടെ നിൽക്കുന്നത്. തുടുത്ത് അതിൻ്റെ ആ ചെറിയ ബേർഡൊക്കെ നോക്കുകയാണെങ്കിൽ, ചെറിയ കുടി ബേർഡൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട്. ജീവണ്ടെന്ന് വിചാരിക്കും നമ്മളുടെ ഈ സാധനമൊക്കെ. ഇങ്ങനത്തെ ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും മൊത്തം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നാച്ചുറലായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ട്, എന്തൊക്കെ പക്ഷികളുണ്ട്, അതിൽ ഏകദേശം എല്ലാ സാധനത്തിൻ്റെ ഇവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ മൊത്തം ഉള്ളത് ഇതേ കടലിൻ്റെ അടിയത്തെ ജീവികളായിട്ടുള്ള ആമ, പാമ്പ്, മീൻ, ഞണ്ട്, അങ്ങനത്തെ സാധനങ്ങളാണ് ഈ ഒരു ഏരിയ ഫുള്ള്. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന വെള്ളത്തിനുള്ളിൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ് ഒന്ന് പോയാൽ അത് അത്യാവശ്യം നല്ല ലുക്ക് ഗ്ലാസ് ആയിട്ടുണ്ട്. ഇതേ അന്നത്തെ മീൻ പിടിക്കുന്നത് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ പേള്, കളർഫുൾ സാധനങ്ങൾ. ഇതൊക്കെ എന്താണെന്ന് അത് ഒറിജിനലാണെന്ന് ആർക്കറിയാം. ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് അത്യാവശ്യം നല്ല ഫിനിഷിങ് ഉണ്ട്. പ്ലാസ്റ്റിക്കാണ് എന്താ നല്ല കളർഫുള്ളായിട്ടൊക്കെ ഉണ്ട്. ഇതേ എടാ ഇത് ഏതായിരുന്നു ഇവിടുത്തെ കുട്ടി. അപ്പോൾ നാട്ടിൽ മരിഞ്ഞിട്ട് വരെ വലിയൊരു മീൻ, പിന്നെ ചെറിയ ചെറിയ മീൻ, നക്ഷത്ര മീൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിനെ കണ്ടുപോകാൻ നല്ല ലുക്കാണ്. ആ ഏരിയ കഴിഞ്ഞിട്ടില്ല. ഏകദേശം നമ്മൾ ഗാലറി 4 ഫുള്ള് കണ്ടിങ്ങനെ ഇറങ്ങുക. പക്ഷെ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന കാഴ്ച നല്ല എനിക്ക് ഇഷ്ടപ്പെടും. സൈഡ് നോക്കുകയാണ് നിങ്ങൾ, എന്താ ലുക്ക്, ഇതിൻ്റെ സീലിംഗ് നോക്കുകയാണ് എന്താ ലുക്ക്. അപ്പോൾ നമ്മളിവിടെ നേരെ എക്സിറ്റ്. എനിക്കിതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ഈ ബിൽഡിങ്ങിന്. ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തുള്ള ഡിസൈൻ എനിക്ക് നല്ല രീതിക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് അവിടെ പുറത്ത് മൊത്തം കാണണം. അപ്പോൾ അത് അടുത്ത ഏരിയ തെരിലിൻ്റെ ഈ ഒരു ഇതിൽ ഫുള്ള് ചരിത്രങ്ങളായിട്ടില്ല, ഫുള്ള് ഹിസ്റ്ററിയാണ് ഇതിൻ്റെ മുകളിൽ. ഫുള്ള് ഹിസ്റ്ററിപരമായ കാര്യങ്ങളിലെ ഫോട്ടോഗ്രാഫിയാണ് കണ്ടിട്ട് മനസ്സിലാകുന്നത്. മുകളിൽ ഫുള്ള് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. താഴത്ത് അതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഇത് എന്താണെന്നുള്ളതും അത് ഏത് വർഷം നടന്നതാണെന്നും ഏത് രാജ്യത്ത് നടന്നതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ടി വി ആണ് ഈ തല മുതൽ തല വരെ. ഇത് റിലേറ്റഡ് അതിൻ്റെ പിക്ചേഴ്സ് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ അടുത്ത ഏരിയ. നമ്മൾ വരുന്ന ആൾക്കാർക്ക് ഇവിടെ കാവ് കണ്ടിട്ടില്ല, ഫ്രീ ആയിട്ട് കാവ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ അവർ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഇതൊന്നും അടിക്കാം നമുക്ക്, കാരണം ഈ നല്ല തണുപ്പായിട്ടുള്ള ഇതിൻ്റെ അകത്ത്. ഏകദേശം എല്ലാ ഭാഗം കണ്ട് പുറത്തിറങ്ങിയിട്ട് അവിടെ നമ്മളിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെ പുറത്ത് ഒരുപാട് പരിപാടി നടക്കുന്നുണ്ടല്ലേ. ഇതേ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ ആ ബിൽഡിങ്ങിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു സ്റ്റേജ് ഉണ്ടല്ലേ, ആ സ്റ്റേജിൽ എന്തോ പ്രോഗ്രാംസും കാര്യങ്ങളും നടക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ ബാക്കിലൊക്കെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. പല സ്റ്റേജും ഇങ്ങനത്തെ ചെറിയ സ്റ്റേജ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത്. അതിലൊക്കെ ഓരോരോ പ്രോഗ്രാംസും കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലേ. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ ഇരിക്കാനുള്ള സ്ഥലം, അങ്ങനെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. കുട്ടികൾക്കുള്ള പ്രോഗ്രാംസാണ് കൂടുതൽ പുറത്ത് നടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിലൊക്കെ ആൾക്കാർ ഇരുന്നോട്ടില്ലേ, കാരണം പാട്ട് തുടങ്ങാൻ പോവുകയാണ്.
അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ നോക്കാണ്. മേലെ ഇങ്ങനെ സൺസെറ്റിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വ്യൂ, അതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് കൗണ്ടറിൽ, അതിൻ്റെ പുറത്ത് ഇതിൻ്റെ പുറത്തത് ആൾക്കാർ നിരന്നിരിക്കും. ഓരോ പ്രോഗ്രാംസും കാര്യങ്ങൾ തെണ്ടി തിരിഞ്ഞടക്കൂലേ, അതന്നെ പരിപാടി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇതേ 3 പേരും തെണ്ടി തിരിഞ്ഞടക്കാം. ഇതിൻ്റെ ഫ്രണ്ടേജ് കിട്ടണം. ഇതിൻ്റെ ഫ്രണ്ടേജ് ഇത് 2 പിക്ചർ അടിക്കണമെന്നുണ്ട്. ആ പിക്ചർ കിട്ടുമോ എന്നുള്ളത് നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് മാക്സിമം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടില്ല. മാക്സിമം കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ദമ്മാമെന്ന് ഈ ഒരു ഇത്ര എന്ന് പറഞ്ഞ ഈ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.